ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുസ്തക വീട്ടിലേക്ക് സ്വാഗതം. ഹൃദയത്തിനുമേൽ ദൈവത്തിൻ്റെ കയ്യൊപ്പുള്ള ഒരു എഴുത്തുകാരൻ്റെ കലയാണ് പെരുമ്പടവൻ ശ്രീധരൻ്റെ ഒരു സങ്കീർത്തനം പോലെ എന്ന നോവൽ. ലോകപ്രശസ്ത നോവലിസ്റ്റായ ഫയദോർ മിഖൈലോവിച്ച് ദസ്തയേവ്സ്കിയുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗത്തെ കഥാകാരൻ്റെ ഭാവനയും കൂടി കലർത്തിയാണ് വായനക്കാർക്ക് സമ്മാനിക്കുന്നത്. അന്ന എന്ന 20 വയസ്സുള്ള സ്റ്റെനോഗ്രാഫർ ദസ്തയേവ്സ്കിയുടെ ജീവിതത്തിൽ കടന്നു വരുന്നതും പിന്നീട് പല പ്രതിസന്ധികളെയും തരണം ചെയ്തുകൊണ്ട് അവർ ഒന്നിക്കുന്നതുമാണ് ഒരു സങ്കീർത്തനം പോലെ എന്ന നോവലിൻ്റെ കാതൽ. അതിനുള്ളിൽ തന്നെ ദസ്തയേവ്സ്കിയുടെ മാനസിക സംഘർഷങ്ങളും ഒറ്റപ്പെടലിൻ്റെ വേദനയുമെല്ലാം എഴുത്തുകാരൻ നമുക്ക് മുന്നിലെത്തിക്കുന്നു. ചൂത് കളിച്ച് കയ്യിലെ പണമെല്ലാം നഷ്ടപ്പെട്ട് ആർക്കും വേണ്ടാത്തവനായി നിൽക്കുന്ന ദസ്തയേവ്സ്കിയിൽ നിന്ന് തന്നെയാണ് നോവൽ ആരംഭിക്കുന്നത്. അദ്ദേഹത്തെ പരിചരിക്കാൻ ഫെദോസിയ എന്ന വൃദ്ധയായ സ്ത്രീയുമുണ്ട്. ഫെദോസിയയ്ക്ക് ഫയദോറിനോട് ഒരു മകനോടെന്ന പോലെയുള്ള സ്നേഹമാണ്. പിന്നീട് സ്റ്റെല്ലോസ്കി എന്ന പ്രസാധകൻ ദസ്തയേവ്സ്കിയെ കാണാൻ വരുന്നുണ്ട്. അയാളിൽ നിന്നും ദസ്തയേവ്സ്കി ഒരു കരാറിന്മേൽ 3000 റൂബിൾ കടം വാങ്ങുകയും ആ കരാർ പ്രകാരം 1866 നവംബർ 1 മുമ്പ് 160 പേജ് വരുന്ന ഒരു നോവൽ അയാൾ എഴുതിക്കൊടുത്തില്ലെങ്കിൽ താൻ ഇതുവരെ എഴുതിയതും ഇനി അടുത്ത 9 കൊല്ലത്തിനിടയിൽ എഴുതാൻ പോകുന്നതുമായ പുസ്തകങ്ങളെല്ലാം തന്നെ സ്റ്റെല്ലോസ്കിയുടേതായി തീരും. നോവൽ എഴുതി കൊടുത്തില്ലെങ്കിൽ ജയിലിൽ പോകേണ്ടതായി വരുമെന്നും പറയുന്നു. ജീവിതത്തെ തന്നെ പണയം വയ്ക്കപ്പെട്ട ഈ ഒരു സാഹചര്യത്തിൽ ദസ്തയേവ്സ്കി തന്നെ സഹായിക്കാനായി അന്ന എന്ന ചെറുപ്പക്കാരിയായ സ്റ്റെനോഗ്രാഫറെ നിയമിക്കുകയാണ്. അച്ഛൻ്റെ മരണശേഷം തൻ്റെ സ്വപ്നങ്ങളെല്ലാം ഉപേക്ഷിക്കേണ്ടി വന്ന അന്നയ്ക്ക് ആ ജോലി വലിയൊരു ആശ്വാസമായിരുന്നു. ഒപ്പം ദസ്തയേവ്സ്കിയുടെ ആരാധകയായ അന്ന ആ ജോലി വളരെ സന്തോഷപൂർവ്വം ഏറ്റെടുക്കുന്നു. താൻ കണ്ടിട്ടുള്ള ചിത്രങ്ങളിൽ നിന്നെല്ലാം വ്യത്യസ്തനായ ഒരാളെയാണ് അന്ന അവിടെ കാണുന്നത്. ആദ്യമൊക്കെ നന്നായി സംസാരിച്ചു തുടങ്ങുന്നുണ്ടെങ്കിലും മുൻകോപിയും കർക്കശക്കാരനുമായ ഒരാളാണ് ദസ്തയേവ്സ്കി എന്ന് അവൾ തിരിച്ചറിയുകയും പിന്നീട് വിഷമിക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ തനിക്ക് ചുഴലിദീനമാണ്, ദേഷ്യപ്പെട്ടതിന് ക്ഷമിക്കണമെന്നും ദസ്തയേവ്സ്കി പറയുന്നു. സ്വന്തം വീട്ടുടമസ്ഥനായ അലോൻകിൻ്റെ കയ്യിൽ നിന്ന് പോലും കടം വാങ്ങി ദസ്തയേവ്സ്കി മദ്യപാനവും ചൂതുകളിയും തുടരുന്നു. വിജനമായ പാതയിലൂടെ നടക്കുമ്പോൾ അദ്ദേഹം ദൈവവുമായി സംസാരിക്കുന്നതായി കാണിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് തന്നെ ഇങ്ങനെ ആർക്കും വേണ്ടാത്തവനായും പരാജിതനായും ദരിദ്രനുമായെല്ലാം സൃഷ്ടിച്ചതെന്നും ഫയദോർ ദൈവത്തോട് ചോദിക്കുന്നുണ്ട്. ഇനി ദസ്തയേവ്സ്കിയുടെ സ്റ്റെനോഗ്രാഫറെ പോകേണ്ടെന്ന് അന്ന തീരുമാനിക്കുന്നുണ്ടെങ്കിലും പിന്നീട് ആ തീരുമാനം മാറ്റുന്നു. തൻ്റെ കഷ്ടാനുഭവങ്ങൾ കൊണ്ടാണ് ഇങ്ങനെയെല്ലാം സംസാരിച്ചതെന്നും ഇനി തൻ്റെ ഭാഗത്തു നിന്നും അത്തരം പ്രവൃത്തികളുണ്ടായാൽ ക്ഷമിക്കാനുള്ള സ്നേഹം തന്നോടുണ്ടാകണമെന്നും ദസ്തയേവ്സ്കി അന്നയോട് അപേക്ഷിക്കുന്നു. വീണ്ടും വീണ്ടും തന്നോട് ക്ഷമ യാചിക്കുന്ന ദസ്തയേവ്സ്കിയെ കണ്ട് അന്ന അത്ഭുതം കൂറുന്നുണ്ട്. ഒരു ചൂതാട്ടക്കാരൻ്റെ കഥയാണ് അവർ എഴുതാൻ ആരംഭിക്കുന്നത്. ദസ്തയേവ്സ്കിയുടെ തന്നെ ജീവിതത്തിലെ അനുഭവങ്ങളാണ് ചൂതാട്ടക്കാരനിൽ പറയുന്നത്. തൻ്റെ ഭാര്യയായ മേരിയയുമായുള്ള ബന്ധത്തിൽ വിള്ളൽ വീഴുകയും കുറച്ചു നാളുകൾക്ക് ശേഷം അവർ രോഗിയാവുകയും ചെയ്യുന്നു. മരണത്തോടടുത്തുകൊണ്ടിരുന്ന ഭാര്യയെ വിട്ട് പോളിന എന്ന യുവതിയോടുള്ള പ്രണയം കൊണ്ട് ഫയദോർ അവരുടെ അടുക്കിലേക്ക് പോവുകയും അതിനിടയിൽ ചൂതുകളിൽ അകപ്പെടുകയും ചെയ്യുന്നു. ഇതെല്ലാമാണ് തൻ്റെ നോവലിൽ അലക്സി എന്ന കഥാപാത്രത്തെ മുൻനിർത്തി ദസ്തയേവ്സ്കി പറയാൻ ശ്രമിക്കുന്നത്. കണ്ടുമുട്ടി കുറച്ചു ദിവസങ്ങൾക്കുള്ളിൽ തന്നെ തൻ്റെ ജീവിതത്തിൽ സംഭവിച്ച പല കാര്യങ്ങളെയും കുറിച്ച് ദസ്തയേവ്സ്കി അന്നയോട് തുറന്നു പറയുന്നുണ്ട്. നോവലിൽ കുറേയധികം ഭാഗങ്ങൾ ചൂതാട്ടക്കാരൻ എന്ന കഥ തന്നെയാണ് പിന്തുടരുന്നത്. പോളിനയ്ക്ക് വേണ്ടി ഏത് കൊടുമുടിയുടെ മുകളിൽ നിന്ന് ചാടാൻ പോലും തയ്യാറാണെന്ന് പറയുന്ന അലക്സിയിൽ അന്ന ദസ്തയേവ്സ്കിയെ തന്നെയാണ് കാണുന്നത്. തന്നെ സ്നേഹിക്കാതെ മുതലെടുക്കുക മാത്രം ചെയ്യുന്ന പോളിനയോടുള്ള അയാളുടെ അമിതമായ സ്നേഹം അന്നയിൽ ദേഷ്യവും പോളിന എന്ന കഥാപാത്രത്തോട് അമിതമായ വെറുപ്പുമുണ്ടാക്കുന്നുണ്ട്. സ്വന്തം പുസ്തകങ്ങൾ അന്ന വായിക്കുന്നത് ദസ്തയേവ്സ്കി താല്പര്യപ്പെടുന്നില്ല. തൻ്റെ ഇരുണ്ട വശങ്ങൾ മനസ്സിലാക്കിയാൽ അന്ന കൂടി തന്നെ വിട്ടുപോകുമെന്ന് ദസ്തയേവ്സ്കി ഭയക്കുന്നു. എന്നാൽ ആ പുസ്തകങ്ങൾ വായിക്കുകയും ദസ്തയേവ്സ്കിയുടെ മാനസിക സംഘർഷങ്ങളെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുകയുമാണ് അന്ന ചെയ്യുന്നത്. ഭാര്യയായ മേരിയ മരിച്ചിട്ട് 2 വർഷം പിന്നിട്ടെങ്കിലും ദസ്തയേവ്സ്കി ആ ദുഃഖത്തിൽ നിന്നും കരകയറിയിട്ടില്ലെന്ന് ഫെദോസിയ അന്നയോട് പറയുകയും ഇത്രയും ശുദ്ധനായ ഒരാളിന് എന്തുകൊണ്ടാണ് ഇത്തരം ദുർവിധികൾ ഉണ്ടാകുന്നതെന്ന് അന്ന വിഷമിക്കുകയും ചെയ്യുന്നുണ്ട്. പിന്നീട് അന്ന നോക്കി നിൽക്കെ ദസ്തയേവ്സ്കിക്ക് ചുഴലിയിളക്കം വരികയും അവൾ ഭയന്നു പോവുകയും ചെയ്യുന്നു. എന്നാൽ പിന്നീട് എഴുത്തിനിടയിൽ ദസ്തയേവ്സ്കി ചൂതു കളിക്കാൻ പോകാൻ ഒരുങ്ങുമ്പോൾ അന്ന തടയാൻ ശ്രമിക്കുന്നു.
അപ്പോൾ അവർക്കിടയിൽ വാക്തർക്കമുണ്ടാകുന്നുണ്ട്. പിണങ്ങി അവിടം വിട്ടുപോകുന്ന അന്നയെ പിന്തുടരുന്ന ദസ്തയേവ്സ്കി തന്റെ നിസ്സഹായാവസ്ഥയും സ്റ്റെല്ലോസ്കിയുമായുള്ള കരാറിനെക്കുറിച്ചും അന്നയോട് പറയുന്നു. കരാറിൽ പറഞ്ഞ തീയതിക്ക് മുൻപ് താൻ നോവൽ കൊടുക്കാതിരിക്കാനാണ് സ്റ്റെല്ലോസ്കി ആഗ്രഹിക്കുന്നതെന്നും അന്ന സഹായിച്ചില്ലെങ്കിൽ നോവൽ എഴുതി പൂർത്തിയാക്കാൻ സാധിക്കില്ലെന്നും പറയുന്നു. പിന്നീട് അന്ന ദസ്തയേവ്സ്കിയെ സഹായിക്കുകയും നോവൽ തുടർന്നു കൊണ്ടുപോവുകയും ചെയ്യുന്നു. ചെറുപ്പകാലത്ത് അച്ഛനിൽ നിന്നും ഒരുപാട് കഷ്ടതകൾ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ടെന്നും അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ മരണത്തിൽ സന്തോഷം തോന്നിയെന്നും പിന്നീട് ഫയദോർ അന്നയോട് വെളിപ്പെടുത്തുന്നുണ്ട്. ദസ്തയേവ്സ്കിയാണ് ലോകത്തിൽ വെച്ച് ഏറ്റവും ഏകാഗിയെന്നും സ്നേഹത്തിനു വേണ്ടി ആഗ്രഹിക്കുന്ന ഒരു മനുഷ്യനുമാണെന്നും അവൾ കരുതുന്നു. ഫയദോറിന്റെ ചുറ്റുമുള്ളവരെല്ലാം അദ്ദേഹത്തെ മുതലെടുക്കുകയാണെന്ന് ഫെദോസിയയിൽ നിന്നും അവൾ അറിയുന്നുണ്ട്. മേരിയ എന്ന ദസ്തയേവ്സ്കിയുടെ ആദ്യ ഭാര്യയ്ക്ക് മറ്റൊരു വിവാഹത്തിലുണ്ടായ മകനായ പാഷയും ദസ്തയേവ്സ്കിയുടെ തന്നെ മരിച്ചുപോയ ചേട്ടന്റെ ഭാര്യയുമായ എമിലിയും അദ്ദേഹത്തെ പണത്തിനു വേണ്ടി മുതലെടുക്കുകയും അതേസമയം തള്ളിപ്പറയുന്നുണ്ടെന്നും മനസ്സിലാക്കുന്നു. അന്നയ്ക്കതിൽ വിഷമം തോന്നുകയും ചെയ്യുന്നുണ്ട്. പിന്നീട് നേവ നദിയുടെ കരയിൽ വെച്ച് തൻ്റെ ജീവിതത്തിലുടനീളമുണ്ടായിട്ടുള്ള വിഷമങ്ങളെയും പ്രണയങ്ങളെയും കുറിച്ച് ദസ്തയേവ്സ്കി പറയുകയും അന്നയുടെ കൈവെള്ളയിൽ ചുംബിക്കുകയും ചെയ്യുന്നു. ഈ പ്രവൃത്തിയിൽ ഞെട്ടുന്ന അന്ന ഇനി മുതൽ സ്റ്റെനോഗ്രാഫറായി പോകേണ്ടെന്ന് തീരുമാനിക്കുന്നുണ്ടെങ്കിലും അങ്ങോട്ടേക്ക് തന്നെ പോവുകയും ചെയ്യുന്നു. താൻ എഴുതാൻ പോകുന്ന പുതിയൊരു നോവലിനെ കുറിച്ചുള്ള വിവരങ്ങൾ ദസ്തയേവ്സ്കി അന്നയോട് വെളിപ്പെടുത്തുന്നു. സ്വന്തം ജീവിതത്തിലെ ആത്മക്ഷതങ്ങളാണ് ഫയദോർ കഥാപാത്രങ്ങൾക്ക് വീതിച്ചു കൊടുക്കുന്നതെന്നും അവരെ ജീവിതത്തെ വെറുക്കാനുമാണ് പഠിപ്പിക്കുന്നതെന്നും അന്ന പറയുമ്പോൾ ഓരോ ദുരന്തവും ജീവിതത്തെ കൂടുതൽ സ്നേഹിക്കാനാണ് തന്നെ പഠിപ്പിച്ചതെന്ന് അദ്ദേഹം മറുപടി പറയുന്നുണ്ട്. ദസ്തയേവ്സ്കിക്ക് താൻ സ്നേഹത്തോടെ ആരെ നോക്കിയാലും ആ ആളിന്റെ ഹൃദയവും തനിക്ക് സ്വന്തമായി തീരുന്ന ഒരു കഴിവുണ്ടെന്ന് അവൾ അത്ഭുതപ്പെടുന്നു. പിന്നീട് ദസ്തയേവ്സ്കി അന്നയോട് തൻ്റെ പ്രണയത്തെക്കുറിച്ച് തുറന്നു പറയുകയും അന്നയുടെ തീരുമാനം എന്തെന്ന് അന്വേഷിക്കുകയും ചെയ്യുന്നുണ്ട്. ജീവിതം മുഴുവൻ താൻ സ്നേഹിക്കുമെന്ന് അന്ന മറുപടി നൽകുകയും ചെയ്യുന്നു. പ്രണയാപേക്ഷയ്ക്ക് സമ്മതം പറഞ്ഞെങ്കിലും ഒരു വയസ്സനായ താൻ ചെറുപ്പക്കാരിയായ അന്നയെ ചതിക്കുകയാണെന്ന തോന്നൽ ദസ്തയേവ്സ്കിയിൽ വളരുകയും അത് വെറും തോന്നൽ മാത്രമാണെന്ന് അവൾ പറഞ്ഞു മനസ്സിലാക്കുകയും ചെയ്യുന്നുണ്ട്. പിന്നീട് കാരമസോവ് സഹോദരന്മാർ എന്ന പുസ്തകം എഴുതാൻ പോകുന്നുവെന്ന വാർത്ത ദസ്തയേവ്സ്കി അന്നയെ അറിയിക്കുന്നു. ചൂതാട്ടക്കാരന്റെ അവസാനത്തെ അധ്യായവും എഴുതി തീർത്ത് അന്ന മടങ്ങിപ്പോകുമ്പോൾ ദസ്തയേവ്സ്കി തളർന്നു പോകുന്നുണ്ട്. പിന്നീട് കരാറിന്റെ അവസാന ദിവസം നോവൽ ഏൽപ്പിക്കാനായി സ്റ്റെല്ലോസ്കിക്കരികിലേക്ക് പോകുമ്പോൾ അയാൾ അവിടെ നിന്ന് മാറിക്കളഞ്ഞെന്ന് ദസ്തയേവ്സ്കി മനസ്സിലാക്കുന്നു. തൻ്റെ ജീവിതം തകർന്നു പോയെന്ന് കരുതി വിഷാദിച്ചിരിക്കുന്ന ദസ്തയേവ്സ്കിയെ സഹായിച്ചുകൊണ്ട് അന്ന മുന്നോട്ട് വരികയും ഒടുവിൽ നോവൽ ഒരു പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിച്ച് രസീത് കൈപ്പറ്റുകയും ചെയ്യുന്നു. താൻ ദസ്തയേവ്സ്കിയുടെ ഭാര്യയാണെന്നാണ് അന്ന സ്റ്റേഷനിൽ സ്വയം പരിചയപ്പെടുത്തുന്നത്. നോവൽ ഏൽപ്പിച്ച് മടങ്ങി വരുന്ന അന്നയെ തന്നിലുള്ള മുഴുവൻ സ്നേഹത്തോടും കൂടി വാരിപ്പുണരുന്ന ദസ്തയേവ്സ്കി കാണിച്ചുകൊണ്ടാണ് കഥ അവസാനിക്കുന്നത്. ജീവചരിത്രകാരന്മാർ കാണിച്ചു തന്ന മദ്യപാനിയും ചൂതുകളിക്കാരനും അസന്മാർഗിയുമൊക്കെയായ ഒരാളായല്ല ഇതിൽ ദസ്തയേവ്സ്കി വരുന്നത്. ജീവിതം മുഴുവനും ദസ്തയേവ്സ്കി അനുഭവിച്ച രോഗം, ദാരിദ്ര്യം, അതിതീവ്രമായ കുരിശുമരണങ്ങൾ ഒക്കെയും ഇതിൽ കാണിച്ചു തരുന്നു. എഴുത്തുകാരന്റെ ദൃഷ്ടിയിൽ ദസ്തയേവ്സ്കി ഒരു വിശുദ്ധനാണ്. മദ്യപാനത്തോടുള്ള ആസക്തിയും ചൂതുകളി ഭ്രാന്തും മറ്റ് ഹൃദയ ദൗർബല്യങ്ങളുമെല്ലാം തന്നെ മഹാനായ ഒരു എഴുത്തുകാരന്റെ ആത്മസംഘർഷത്തിന്റെ അടയാളമായാണ് പുസ്തകത്തിൽ വരച്ചിടുന്നത്. അങ്ങനെ ഹൃദയത്തിനുമേൽ ദൈവത്തിന്റെ കയ്യൊപ്പുള്ള എഴുത്തുകാരന്റെ ആത്മസംഘർഷങ്ങളും പ്രണയവും ഏറ്റവും മനോഹരമായ ഭാഷയിൽ വായനക്കാരിലെത്തിക്കുകയാണ് ഒരു സങ്കീർത്തനം പോലെ. ഒരിക്കലെങ്കിലും വായിച്ചു നോക്കേണ്ട മനോഹരമായൊരു നോവലാണ് ഇത്. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായിട്ട് ഞാൻ ഉടനെ തന്നെ വരുന്നതായിരിക്കും.